ടീച്ചറൊന്നും എന്താ പറയാൻ പോണെന്ന് വേഗം പറഞ്ഞ. നല്ല പ്രായമായ അമ്മമ്മമാർക്ക് കെട്ടുപാടി എങ്ങനെ തയ്ക്കാമെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തന്നത്. ആയിക്കോട്ടെ. അപ്പോൾ നമ്മ ഒരു തുണിയുടെ അകലം മൊത്തത്തിൽ നമുക്ക് കിട്ടിയിരുന്നത് ഒരു 9.5 ഇഞ്ചാണ് തുണിയുടെ അകലം. 4ആയിട്ടാണ് മടക്കിയിട്ടേക്കുന്നത്. 9.5 ഇഞ്ച് നമുക്ക് വണ്ണം വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ നീളം വന്നിട്ട് ഏകദേശം ഒരു 10 ഇഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ വെട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. നമ്മൾ കഴുത്തിൻ്റെ അകലം നമ്മൾ 4 ഇഞ്ച് വയ്ക്കുക. എന്നുവെച്ചാൽ ബ്ലൗസ് ഇട്ടാൽ നമുക്കത് കാണരുത്, അതുകൊണ്ട് 4 ഇഞ്ച് നെക്കിൻ്റെ അകലം വയ്ക്കാം. ഇറക്കം നമുക്ക് ഒരു 3 ഇഞ്ച് 3.5 ഇഞ്ച് വയ്ക്കാം. ഇതിന് നമുക്ക് എക്സ്ട്രാ ഒരു പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ ഇത് മാത്രമല്ല, എക്സ്ട്രാ ഒരു പീസ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കും. നമ്മൾ ഫ്രണ്ടിൻ്റെ മാർക്ക് ചെയ്തു. കൈക്കുഴിക്ക് നമ്മൊരു 5 ഇഞ്ച് നമ്മൾ വയ്ക്കാം. 5 ഇഞ്ച് ഇവിടെ നിന്ന് എടുത്തിട്ട് ഈ അകലം നമുക്കൊരു 2 ഇഞ്ച് മതി. 2 ഇഞ്ച് മതിയാവും. അങ്ങനെ ഇപ്പം നമ്മൾ 5.5 ഇഞ്ച് ഇതിൻ്റെ അകലം വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലത്തേത് നമ്മൾ നോക്കിക്കോളൂ കേട്ടോ. ഇത് ഈ അളവിന് തന്നെ അങ്ങോട്ട് വെട്ടിയെടുത്തു. ഇത് കഴിക്കും. ഇതിപ്പോൾ ബാക്ക് ഒന്നും കൂടെ ഇറക്കി കൊടുക്കാം. ഇവിടേക്കാണ് നമുക്ക് കെട്ടിൻ്റെ വള്ളി ഇടാനായിട്ട് പോകുന്നത്. വേണ്ട, ഇനി മടക്കുമ്പോൾ നന്നായി ബാക്ക് ഒരു ഇത്തിരി ഇറക്കിയിട്ടുണ്ട്. ഇവിടേക്ക് ഒരു ചെറിയ പീസ് വെച്ച് കൊടുക്കേണ്ടി വരും. അധികം പോകുന്നതല്ല, ചെറുതായിട്ട് മതി നമുക്ക്. ഇങ്ങനെ ഒരു പീസ് നമ്മോട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ അത് അടിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. കട്ടിങ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ സിമ്പിളാണ്. ഇറക്കെടുത്തു, വണ്ണെടുത്തു, അതിനേക്കാളും ഒരു 2 ഇഞ്ച് കൂടുതലുണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാക്കാം. പ്രായമുള്ള അമ്മമാർക്ക് ഏറ്റവും നല്ലതാണെന്ന് അല്ലേ? അവർക്ക് മറ്റേ ബ്രേസിലൊന്നും ഉപയോഗിക്കില്ലല്ലോ, അത് നല്ലതാണെന്ന്. ഓക്കെ, താങ്ക് യു ടീച്ചർ. തയ്ക്കുന്നത് കാണിച്ചോ, തയ്ച്ചിട്ട് നമുക്ക് ഇടാം. ഇതുപോലെ ചെറിയ 2 കഷ്ണം എടുക്കാം. അതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം നമ്മുടെ കയ്യിൻ്റെ ഈ മേൽഭാഗത്തായിട്ട് കേട്ടോ. അതുപോലെ 2 കഷ്ണങ്ങൾ 2 സൈഡിലേക്ക് വേണം. 2 സൈഡിലേക്ക് വേണം. 2 സ്റ്റിച്ച് ഇടാം കേട്ടോ. ഒരു സ്റ്റിച്ച് പറ്റില്ല, 2 സ്റ്റിച്ച് ഇട്ടോ. അത് തയ്ച്ചു കഴിഞ്ഞ ടീച്ചറെ 2 സ്റ്റിച്ച് ഇട്ടു, തയ്ച്ചു. ഇത് പീസും കൂടെ ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അടുത്ത കാണിക്കാം. ഇങ്ങനെ. അപ്പോൾ ഇത് കണ്ട ഒരു ചെറിയ പീസ് ഇത്രയും മതി. അപ്പം ഇങ്ങനെ പീസ് ഇതിലേക്ക് വയ്ക്കാം. കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതാണ് കെട്ടുപാടി. അതിനെ പറയാം കെട്ടുപാടി എന്ന് പറയാം.
ഫുള്ളായിട്ട് അടിച്ചെടുത്തു. നമ്മൾ ഇനി ഇതിൻ്റെ തുമ്പ് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാൻ മതി. ഒറ്റ മടക്കിൽ പറ്റില്ല, 2 മടക്ക് മടക്കിയിട്ടുണ്ട്. അടിഭാഗം നമ്മൾ അടിക്കാത്തത് ഇവിടെ നമുക്ക് ഈ തേൽ ഭാഗമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടുന്ന് നൂല് പിരിഞ്ഞ് പോയില്ല. അതുകൊണ്ടാണോ നമ്മൾ മടക്കി തയ്ക്കാൻ? ഈ കൈയിൻ്റെ ഭാഗം അടിക്കണം. അത് ഇതുപോലെ 2 മടക്ക് മടക്കി തയ്ക്കുക. കൈ കക്ഷം ഇതാകുമ്പോൾ ചെറിയൊരു പീസ് ഉണ്ടെങ്കിൽ നമുക്ക് തയ്ക്കാവുന്നുള്ളൂ. ഈ കയ്യിൽ ഈ കഷവും അടിച്ചു കൊടുക്കും. സെയിം തന്നെ കൈ കീഴിലെ പിടിച്ചിട്ടാണ് റൗക്ക തയ്ക്കാൻ. കാര്യം അങ്ങനെ ഇടുന്നില്ല. പിന്നെ ഇതിന് ഇങ്ങനെ നോക്കിയിട്ട് പോയിന്റിൽ നോക്കിയിട്ട് ഇവിടേക്കൊന്ന് കഷത്തിൻ്റെ അവിടെ ലൂസ് ഇല്ലാണ്ടിരിക്കാനായിട്ട് ഒരു ടെക്ക് ഇട്ട് കൊടുക്കും. ₹100 കാലിലൊക്കെ കിട്ടും. ഇങ്ങനെ അടിച്ചതിന് ശേഷം ഈ പീസ് ഇവിടം വരെ വെച്ചിട്ട് നമ്മൾ ഇവിടം കുറച്ചിടം മാത്രം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഫ്രണ്ട് ഭാഗത്ത് ഇതിപ്പോൾ ഒരു ശരീരത്തിൻ്റെ അളവിലാണ് നമ്മൾ സാധാരണ തയ്ക്കേണ്ടത് കേട്ടോ. കുറച്ച് ലൂസ് വേണം, എന്നാലും ഇങ്ങനെ കെട്ടാനായിട്ട് ഇങ്ങനെ കെട്ടണ്ടേ. പാടിയിട്ടിട്ട് കെട്ടാനായിട്ട് ഇങ്ങനെ നീട്ടി ഇടും ഈ ഭാഗം.
ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഇതിപ്പോ ഒരു വണ്ണം കുറഞ്ഞ ഒരാൾക്കാണ് കേട്ടോ. ഇതിപ്പോ സാധാരണ വണ്ണം കുറഞ്ഞിട്ടുള്ള ഒരു അമ്മാമയ്ക്കാണ് ഇത് തയ്ച്ചിരിക്കുന്നത്. വണ്ണം കൂടുതലുള്ള സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീതി കൂടുതലുള്ള തുണി വേണം, കുറച്ചും കൂടി തുണി വേണമല്ലോ. ഫ്രണ്ടിൽ നമ്മൾ കുറച്ചും കൂടിയും കൂടുതൽ ഇട്ടിട്ടാണ് ടീച്ചർ ഫ്രണ്ടിൽ കെട്ടി ഇടാൻ. വേറെ സൂചിയൊന്നും കുത്തില്ല. അപ്പൊ അതിനനുസരിച്ച് ഇവിടെ കുറച്ച് നീളം വെച്ചിട്ടാണ് ചെയ്യുക. ഇതിപ്പോ വണ്ണം കുറഞ്ഞ ആൾക്കാരുന്ന നോട്ടെ ടീച്ചർ അത് തയ്ച്ചതെന്ന് കാണിച്ച്. ഇതാണ് ഈ കെട്ടുപോടി. ഇതിപ്പോ പ്രചാരത്തിലില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ അമ്മാവന്മാർക്കൊക്കെ ബ്ലൗസ് വാങ്ങിച്ചു കൊടുത്ത് അവസാനിപ്പിക്കുക ചെയ്യുന്നത്. ഇത് തയ്ക്കാനായിട്ടുള്ള മടി കൊണ്ട് എന്താണെന്ന് അറിയില്ല, ആരും തയ്ക്കുന്ന കാണാനില്ല. പഴയ ആളുകൾ തയ്ക്കാൻ പറയാറുണ്ട് അല്ലേ, തയ്ച്ചിരുന്നവരുണ്ട്. ഓക്കെ, താങ്ക് യു പറഞ്ഞിട്ട് അത് തിരിച്ചു പറഞ്ഞോ. ഓക്കെ.